നമ്മൾ കഴിഞ്ഞ ദിവസം ഏതാ പറഞ്ഞു നിർത്തിയത്? ദീദി എന്ന് പറയുന്ന ചാപ്റ്ററാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ? ദീദി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പേജ് നമ്പർ 91 വരെയാണ് പറഞ്ഞു നിർത്തിയത്. നിങ്ങൾ അതിൽ ടെക്സ്റ്റൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ടെക്സ്റ്റ് നന്നായി വായിച്ചു നോക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. ഓക്കെ. ഇറ്റ് വാസ് എ സമ്മർ ഓഫ് 1989. ആസ് ഓൾവേസ് ഐ വാസ് ഓൺ മൈ വെക്കേഷൻ ഇൻ ഇന്ത്യ. On one blizzarding Mumbai day, my taxi stopped at a traffic signal. 3 children ran up to my window, smiling and begging, and at that moment I had a flash of introspection. Nothing too unusual had happened, but as I looked at them, I suddenly knew that my life would have more meaning if I stayed in India. It was the summer of 1989. 1989 ഒരു സമ്മർ. ആസ് ഓൾവേസ് ഐ വാസ് ഓൺ മൈ വെക്കേഷൻ ഇൻ ഇന്ത്യ. ആ സമയത്ത് ഞാൻ ഇന്ത്യയിൽ വെക്കേഷന് ഞാൻ എത്താറുണ്ട്. ഓൺ ദ ബ്ലിസണിങ് മുംബൈ ഡേ, ഒരു ദിവസം അങ്ങനെയുള്ള വളരെ സുന്ദരമായ ഒരു മുംബൈ ദിവസത്തിൽ ഞാൻ മുംബൈയിൽ എത്തിയപ്പോഴേക്കും ദിവസം മൈ ടാക്സി സ്റ്റോപ്ഡ് അറ്റ് എ ട്രാഫിക് സിഗ്നൽ. എൻ്റെ ടാക്സി ഒരു ട്രാഫിക് സിഗ്നലിൻ്റെ അവിടെ നിർത്തി. 3 children ran up to my window, smiling and begging. അപ്പോൾ 3 കുട്ടികൾ എൻ്റെ കാറിൻ്റെ വാതിലിലേക്ക് അരികിലേക്ക് വരികയും ഇങ്ങനെ ഓടി വരുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. അറ്റ് ദാറ്റ് മൊമെൻ്റ് ഐ ഹാഡ് എ ഫ്ലാഷ് ഓഫ് ഇൻട്രോസ്പെക്ഷൻ. ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു അല്ലേ? എന്താ വന്നത്? നത്തിങ് ടു അൺയൂഷ്വൽ ഹാഡ് ഹാപ്പൻ. പക്ഷേ അവിടെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒന്നും അല്ല സംഭവിച്ചെങ്കിൽ പോലും, but as I looked at them, I suddenly knew that my life would have a more meaning if I stayed in India. അപ്പോൾ ഞാൻ ഇവിടെ ഇന്ത്യയിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ, മുംബൈയിൽ വെക്കേഷൻ ഞാൻ ഇവിടെ ഇന്ത്യയിൽ കുറച്ച് നാളുകൂടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഉള്ള ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല, ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളിലൂടെ ചെയ്യാൻ കഴിയുമെന്നുള്ള ഇൻട്രോസ്പെക്ഷൻ എന്നിൽ ഉണ്ടായി. എൻ്റെ ജീവിതം എന്നത് കുറച്ചുകൂടി മീനിങ് ഫുൾ ആകും, എനിക്ക് ഇന്ത്യക്ക് വേണ്ടി കുറച്ചുകൂടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്ത എന്നിലേക്ക് വന്നു. It was the summer of 1989. As always, I was on my vacation in India. On one blizzarding Mumbai day, my taxi stopped at the traffic signal. 3 children ran up to my window, smiling and begging, and at that moment I had a flash of introspection. Nothing too unusual had happened, but as I looked at them, I suddenly knew that my life would have a more meaning if I stayed in India. In the days that followed, I kept thinking about those kids and that moment. India was answering the search for the purpose that I had felt ever since I was a child. I was being challenged to find my identity. I wanted to be a part of making things better for children. I knew then that this could be my country and that whatever I did here could make more of a difference than the manicured reality of the universe life in the States. Nervously, a week before I was to return to Boston, I telephoned my parents and to try and explain the jumbled feeling that culminated in my strong desire to move back to Mumbai. They listened carefully but advised me and cautioned that living in Mumbai would be vastly different from my current vacation. But when I persisted, they agreed on 2 conditions: that I would get admission to a good undergraduate college in the city, and later I would travel abroad for my graduate studies. നോക്കിക്കോളൂ. In the days that followed, അപ്പോൾ ഈ കുട്ടികളെ കണ്ടതിന് ശേഷം വന്ന ദിവസങ്ങളിൽ, in the days that followed, I kept thinking about those kids. ഞാൻ ഈ കുട്ടികളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. I kept thinking about those kids and that moment. ആ നിമിഷത്തെക്കുറിച്ചും ആ കുട്ടികൾ എൻ്റെ വണ്ടിയുടെ അരിയിലേക്ക് ഓടി വന്നതിനെക്കുറിച്ചും ആ കുട്ടികളെക്കുറിച്ചുമൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇന്ത്യ വാസ് ആൻസറിങ് ദ സെർച്ച് ഫോർ പർപ്പസ് ദാറ്റ് ഐ ഹാഡ് ഫെൽറ്റ് എവർ സിൻസ് ഐ വാസ് എ ചൈൽഡ്. അപ്പോൾ ഇന്ത്യക്ക് എന്നെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ത്യയിൽ നിൽക്കേണ്ടതിന് ആവശ്യകതയുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത എന്നിലേക്ക് വന്നു. ഒരു കുട്ടിയായപ്പോൾ മുതൽ തന്നെ ഞാൻ ഇവിടുന്ന് വിട്ടു നിൽക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചു ഇവിടെ വരണം എന്നുള്ള ആ ഒരു ഇവിടെ നിൽക്കണം, ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ചിന്ത എന്നിലേക്ക് ഇങ്ങനെ നിറഞ്ഞു വന്നു. ഐ വാസ് ഫീലിംഗ് ചലഞ്ച് ടു ഫൈൻഡ് മൈ ഐഡൻറ്റിറ്റി. എനിക്ക് എൻ്റേതായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കണം. ഐ വാണ്ടഡ് ടു ബി എ പാർട്ട് ഓഫ് മേക്കിംഗ് തിങ്സ് ബെറ്റർ ഫോർ ചിൽഡ്രൻ.
കുട്ടികൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നതിൻ്റെ ഭാഗമായി എനിക്ക് മാറണമെന്നുള്ള ചിന്ത വന്നു. ഐ വാണ്ടഡ് ടു ബി എ പാർട്ട് ഓഫ് മേക്കിംഗ് തിങ്സ് ബെറ്റർ ഫോർ ചിൽഡ്രൻ. ഐ ന്യൂ ദെൻ ദാറ്റ് ദിസ് കുഡ് ബി മൈ കൺട്രി. ഇതാണ് എൻ്റെ രാജ്യം, ഇവിടെ നിന്നാണ് ഞാനിവിടെ ഇവിടുത്തെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ചിന്ത വന്നു. ആൻഡ് ദാറ്റ് വാട്ട് എവർ ഐ ഡിഡ് ഹിയർ കുഡ് മേക്ക് മോർ എ ഡിഫറൻസ് ദാൻ മൈ മാനിക്വേർഡ് റിയാലിറ്റി ഓഫ് മൈ യൂണിവേഴ്സ് ലൈഫ് ഇൻ ദ സ്റ്റേറ്റ്സ്. അല്ലേ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ആ ഒരു അൺറിയലായ ലൈഫിനേക്കാൾ ഇവിടെ ഈ ഒരു റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ കുട്ടികളുടെ ഒരു ബെറ്റർ ലിവിങ്ങിന് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ചിന്ത എന്നിലേക്ക് ഇങ്ങനെ നിറഞ്ഞു വന്നു എന്നാണ്. ഇൻ ദ ഡേയ്സ് ദാറ്റ് ഫോളോഡ് ഐ കെപ്റ്റ് തിങ്കിങ് അബൌട്ട് ദോസ് കിഡ്സ് ആൻഡ് ദാറ്റ് മൊമെന്റ് India was answering the search for the purpose that I had felt ever since I was a child. I was being challenged to find my identity. I wanted to be a part of making things better for children. I knew then that this could be my country and that whatever I did here could make more of a difference than in the manicured reality of my universe life in the States. Nervously, a week before I was to return to Boston. ഞാൻ വളരെ ഒരു ആശങ്കാകുലമായിരിക്കുകയാണ്. എന്തായിരുന്നാലും ശരി, എ വീക്ക് ബിഫോർ ഐ വാസ് ടു റിട്ടേൺ ടു ബോസ്റ്റൺ, ബോസ്റ്റണിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നതിന് ഒരാഴ്ച മുൻപ്, ഐ ടെലിഫോൺഡ് മൈ പേരൻസ്, ഞാൻ എൻ്റെ പേരൻസിന് ടെലിഫോൺ ചെയ്തു. ആൻഡ് എക്സ്പ്ലെയിൻ ദ ജംബിൾ ഫീലിംഗ്സ് ദാറ്റ് കൾമിനേറ്റ് ഇൻ മൈ സ്ട്രോങ് ഡിസൈർ ടു മൂവ് ബാക്ക് ടു മുംബൈ. എനിക്ക് മുംബൈയിൽ തന്നെ നിൽക്കേണ്ടതിൻ്റെ അങ്ങനെ നിൽക്കുന്നതിനുള്ളൊരു ഫീലിങ്സ് എനിക്ക് വന്നതിനെക്കുറിച്ച് ഞാൻ അവരോട് കാര്യകാരണ സഹിതം എക്സ്പ്ലെയിൻ ചെയ്തു. ദേ ലിസൺ കെയർഫുള്ളി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരെ സശ്രദ്ധം കേട്ടു. ബട്ട് അഡ്വൈസ് മീ ആൻഡ് കോഷൻ ദാറ്റ്, എന്നെ ഉപദേശിച്ചു, എനിക്ക് മുന്നറിയിപ്പ് നൽകി, ദാറ്റ് ലിവിങ് ഇൻ മുംബൈ വുഡ് ബി വാസ്റ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം മൈ കറൻറ്റ് സിറ്റുവേഷൻ. ഞാനിപ്പോൾ ജീവിക്കുന്ന സിറ്റുവേഷൻ ഒരു തികച്ചും വ്യത്യസ്തമായ സിറ്റുവേഷനാണ് മുംബൈയിൽ താമസിക്കുന്നതെന്നും അതിൻ്റെ ഒരു മെറിറ്റ്സിനെ കുറിച്ചും ഡിമെറിറ്റ്സിനെ കുറിച്ചും ഒക്കെ തന്നെ അവർ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വളരെ ഡീപ്പായിട്ട് പറഞ്ഞു തന്നു. They listened carefully but advised me and cautioned that living in Mumbai would be vastly different from my current vacation. But when I persisted, പക്ഷേ ഞാൻ നിർബന്ധം പിടിച്ചപ്പോഴേക്ക് they agreed, അവർ agree ചെയ്തു, on two conditions, രണ്ട് കണ്ടീഷൻസിലാണ്, that I would get admission to a good undergraduate college in the city, ഈ സിറ്റിയിൽ തന്നെ ഏതെങ്കിലും നല്ല കോളേജിൽ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിന് ചേരണം, ആൻഡ് ലേറ്റർ ഐ വുഡ് ട്രാവൽ എബ്രോഡ് ഫോർ മൈ ഗ്രാജുവേറ്റ് സ്റ്റഡി, അതിനുശേഷം ഗ്രാജുവേറ്റ് സ്റ്റഡീസിന് വിദേശത്തേക്ക് പോകണമെന്നുള്ള രണ്ട് കണ്ടീഷൻസ് എൻ്റെ പേരൻസ് എൻ്റെ മുന്നിലേക്ക് വെച്ചു. ഈ രണ്ട് കണ്ടീഷൻസ് ആണെങ്കിൽ ഇവിടെ മുംബൈയിലേക്ക് നിൽക്കാനായിട്ട് അവരെന്നോട് അനുവദിച്ചു എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ കേട്ടോളൂ, എന്ന് പറഞ്ഞ പാരഗ്രാഫ് ഒന്നുകൂടെ കേട്ടോളൂ. ഇറ്റ് വാസ് ദ സമ്മർ ഓഫ് 1989. ആസ് ആൾവേസ് ഐ വാസ് ഓൺ മൈ വെക്കേഷൻ ഇൻ ഇന്ത്യ. One blistering Mumbai day, my taxi stopped at a traffic signal. 3 children ran up to my window, smiling and begging, and at that moment I had a flash of introspection. Nothing too unusual had happened, but as I looked at them, I suddenly knew that my life would have a more meaning if I stayed in India. In the days that followed, I kept thinking about those kids and that moment. India was answering the search for purpose that I had felt ever since I was a child. I was being challenged to find my identity. I wanted to be a part of making things better for children. I knew then that this could be my country and that whatever I did here could make more of a difference than in the manicured reality of my universe life in the States. Nervously, a week before I was to return to Boston, I telephoned my parents to try and explain the jumbled feelings that culminated in my strong desire to move back to Mumbai. They listened carefully but advised me and cautioned that living in Mumbai would be vastly different from my current vacation. But when I persisted, they agreed on two conditions, that I would get admission to a good undergraduate college in the city, and later I would travel abroad for my graduate degree. The only place I could think to start was St. Saviour's, where my parents had studied. I walked into the crowded college office and asked for an appointment to see the principal. Admission shut 3 months earlier, I was told, and the principal doesn't give appointments. I stood in the corridor outside the office,
choking back frustration. A student standing outside witnessed the exchange between the principal's assistant and me. He came over and whispered with a wing, there is a side door to the principal's office. You may want to try that. The only place I could think to start was St. Xavier's, where my parents had studied. The only place I could think to start was, ഞാൻ അവിടെ പോയി അവിടെ പഠിക്കാനായിട്ട് തുടങ്ങാൻ ഉദ്ദേശിച്ചതെന്ന് പറയുന്നത് സെൻറ്റ് സേവിയേഴ്സിലാണ്. അവിടെയാണ് എൻ്റെ പേരൻസ് പഠിച്ചിരുന്നത്. The only place I could think to start was St. Xavier's, where my parents had studied. I walked to the crowded college office and asked for an appointment to see the principal. I walked into the crowded college. ആ ക്രൗഡഡായ കോളേജിലേക്ക് ഞാൻ എത്തി. ആൻഡ് ആസ്ക് ഫോർ ആൻ അപ്പോയിൻമെൻറ്റ് ടു സീ ദ പ്രിൻസിപ്പൽ. പ്രിൻസിപ്പളിനെ കാണുവാനായിട്ട് ഞാൻ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തു. അഡ്മിഷൻ ഷട്ട് 3 months earlier. അവിടെ അഡ്മിഷൻസ് 3 മാസം മുമ്പ് തന്നെ അവിടെ എല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ഐ വാസ് ടോൾഡ് ആൻഡ് ദാറ്റ് ദ പ്രിൻസിപ്പൽ ഡസൻ ഗീവ് അപ്പോയിൻമെൻറ്റ്സ്. അതുപോലെ തന്നെ പ്രിൻസിപ്പൾ ഇപ്പോൾ ആരെയും കാണാനായിട്ട് അപ്പോയിൻമെൻറ്റ് നൽകുന്നില്ല എന്നും അറിയാൻ കഴിഞ്ഞു. I stood in the corridor outside the office choking back frustration. ഞാൻ വളരെ നിരാശയോടുകൂടി ഞാൻ ആ കോറിഡോറിൽ ഞാൻ ഇങ്ങനെ നിന്നു. A student standing outside witnessed the exchange between the principal assistant and me. അപ്പോഴേക്കും അവരുടെ ഒരു കുട്ടി ഈ പ്രിൻസിപ്പളിൻ്റെ അസിസ്റ്റൻറ്റും ഞാനുമായിട്ട് നടക്കുന്ന സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നിട്ട് between the principal assistant and me, he came over and whispered with a wink. എൻ്റെ അരികിലേക്ക് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, there's an outside door to the principal's office. We may want to try that. അവിടെ സൈഡ് ഡോർ, പ്രിൻസിപ്പാളിൻ്റെ ഓഫീസിലേക്ക് കയറാനായിട്ട് ഒരു സൈഡ് ഡോർ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുവഴി ഒന്ന് ട്രൈ ചെയ്യാം. വെൻ ആ ഒരു പാരഗ്രാഫ് കേട്ടോളൂ ഒന്നുകൂടി. ദ only place I could think to start was St. Xavier's, where my parents had studied. I walked into the crowded college office and asked for an appointment to see the principal. Admission shut 3 months earlier. I was told and gave the principal, and the principal doesn't give appointments. I stood in the corridor outside the office choking back frustration. A student standing outside witnessed the exchange between the principal's assistant and me. He came over and whispered with a wink, there's a side door to the principal's office. You may want to try that. I went straight through the side door. Father De Cruz looked up quizzically and opened his mouth, but before he could say anything, I blurted out, and I had rehearsed, Father, my life was in your hands. I want to do something for the children of India. I don't know how, only that I must. He was curious enough to ask me a few questions, and the end of the conversation, the father thankfully granted me admission at St. Xavier's College. The academic system of Xavier's was different from the system in US. Here, a far more bookish form of learning replaced the academic rigor and intellectual stimulation I had received in Massachusetts. I quickly realized that I would be able to learn more in the city beyond the classroom. Now that I lived in India, I wanted to understand in a different and deeper way that I had during my summer holidays. I walked around the city just watching and listening. One day, I walked to a sprawling, low-income community which was a maze of a tiny alleyways buzzing my life. An estimated 10,000 people lived here with no running water, no system of waste disposal, and shared 6 dark cubicle toilets that line an adjoining alley. നോക്കിക്കോളൂ. അപ്പോൾ ഈ സൈഡ് ഡോറിൽ കൂടി പോയി കഴിഞ്ഞാൽ പ്രിൻസിപ്പളിനെ കാണാമെന്ന് ഈ കുട്ടി എന്നെ അറിയിച്ചു, അല്ലേ? I went straight through the side door. ഞാൻ നേരെ ആ സൈഡ് ഡോറിൽ കൂടി ഈ പ്രിൻസിപ്പളിനെ കാണാമെന്നുള്ള നിലയിലേക്ക് അങ്ങോട്ട് കയറി. ഫാദർ ഡെക്രൂസ് ലുക്ക്ഡ് അറ്റ് ക്വിസിക്കലി ആൻഡ് ഓപ്പൺ ഹിസ് മൗത്ത്. അപ്പോൾ ഈ ഫാദർ ഡിക്രൂസ് എന്നെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും പറയാനായിട്ട് അങ്ങോട്ട് തുടങ്ങി. ബട്ട് ബിഫോർ ഹി കുഡ് സേ എനിത്തിങ്, പക്ഷേ എന്തെങ്കിലും അദ്ദേഹം പറയുന്നതിന് മുമ്പ് തന്നെ ഐ ബ്ലർഡ് ഔട്ട് വാട്ട് ഐ ഹാഡ് റിഹേഴ്സ്. ഞാൻ നേരത്തെ തീരുമാനിച്ച് റിഹേഴ്സ് വെച്ചിരുന്ന പോലെ ഞാൻ അങ്ങോട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. ഫാദർ, മൈ ലൈഫ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. ഫാദർ, മൈ ലൈഫ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. എൻ്റെ ജീവിതം അങ്ങയുടെ കൈകളിലാണ്. ഐ വാണ്ട് ടു ഡു സംതിങ് ഫോർ ദ ചിൽഡ്രൻ ഓഫ് ഇന്ത്യ. എനിക്ക് ഇന്ത്യയിലുള്ള കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഐ ഡു നോട്ട് നോ ഹൗ, ഓൺലി ദാറ്റ് ഐ മസ്റ്റ്. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പൂർണ്ണമായി അറിയില്ലെങ്കിൽ പോലും എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ഹി വാസ് ക്യൂരിയസ് ഇനഫ് ടു ആസ്ക് മീ
few questions and end of our conversation. The father thankfully granted me admission to St. Xavier's College. അപ്പോൾ അദ്ദേഹം എന്നോട് കുറേയധികം ചോദ്യങ്ങൾ ചോദിച്ചു. അതിനെല്ലാം തന്നെ വ്യക്തമായ ഒരു മറുപടി എനിക്ക് കൊടുക്കാൻ സാധിച്ചതുകൊണ്ടാവണം എനിക്ക് അദ്ദേഹം അവിടെ അഡ്മിഷൻ തന്നു. നോക്കിക്കൊള്ളുന്നൂടി. I went straight through the side door. Father De Cruz looked up quizzically and opened his mouth, but before he could say anything, I blurted out what I had rehearsed. Father, my life is in your hands. I want to do something for the children of India. I do not know how, only that I must. He was curious enough to ask me a few questions, and at the end of our conversation, the father thankfully granted me admission to St. Xavier's College. The academic system at the Xavier's was different from the system in the US. ഈ അക്കാഡമിക് സിസ്റ്റം എന്ന് പറയുന്നത് അക്കാഡമിക് സിസ്റ്റം ദ സേവിയേഴ്സ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ സിസ്റ്റം ഇൻ ദ യു എസിൽ അക്കാഡമിക് സിസ്റ്റത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ഇവിടുത്തെ അക്കാഡമിക് സിസ്റ്റം. ഹിയർ എ ഫാർ മോർ ബുക്കിഷ് ഫോം ഓഫ് ലേണിംഗ് റീപ്ലേസ്ഡ് the rigor and intellectual stimulation I have received in Massachusetts. നോക്കിക്കോളൂ. Here is a far more bookish form of learning. ഒരു ബുക്കിഷ് ഫോം ഓഫ് ലേണിംഗ് ആണ് ഇവിടെ. അവിടെ ബുക്കിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ് പകർന്നു നൽകുന്നത്. റീപ്ലേസ് ദി അക്കാഡമിക് റിഗർ ആൻഡ് ഇൻ്റലക്ച്വൽ സ്റ്റിമുലേഷൻ ഹാഡ് റിസീവ്ഡ്. പക്ഷേ എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്, മസാച്യുസെറ്റ്സിൽ കിട്ടിയിട്ടുള്ളത് ഒരു ഇൻ്റലക്ച്വൽ സ്റ്റിമുലേഷനും ഒരു അക്കാഡമിക് റിഗറുമൊക്കെയാണ്. അവർ പഠിക്കാനുള്ള പ്രേരണയും ഒരു അക്കാഡമിക് സ്റ്റിമുലേഷൻ ആണ് അല്ലേ. ഇവിടെ ഒരു സാധാരണ ഒരു ബുക്കിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് ഉപരിയായിട്ട് എങ്ങനെ നമുക്ക് കാര്യങ്ങൾ പുതുതായി പഠിച്ചെടുക്കാമെന്നുള്ള സ്റ്റിമുലേഷനാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. I quickly realized that I would be able to learn more in the city beyond the classroom. ഈ ക്ലാസ് റൂമിൽ നിന്ന് ഉള്ളതല്ലാതെ ഈ സിറ്റിയെക്കുറിച്ചും ഇവിടുത്തെ പഠന രീതികളെക്കുറിച്ചും കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് ആദ്യമേ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പഠിച്ചു വന്ന രീതിയിൽ നിന്നൊരു അക്കാഡമിക് സ്റ്റിമുലേഷൻ അവിടെ ഇമ്പാർട്ട് ചെയ്യുന്നത്, ഇവിടെ ഒരു ബുക്കിഷ് നോളജാണ് കൂടുതൽ ഇമ്പാർട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം എനിക്ക് ഇവിടെ കൂടുതലായി ബോധ്യപ്പെട്ടു. The academic system in Xavier's was different from the system in the US. Here a far more bookish form of learning replaced the academic rigor and intellectual stimulation I had received in Massachusetts. I quickly realized that I would be able to learn more in the city beyond the classroom. Now that I lived in India, I wanted to understand it in a different and deeper way that I had during my summer holidays. Now that I lived in India, ഞാനിവിടെ ഇന്ത്യയിൽ ഇങ്ങനെ താമസിക്കുന്നുണ്ട്. I wanted to understand, എനിക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇൻ എ ഡിഫറെൻ്റ് ആൻഡ് ഡീപ്പർ വേ, ഒരു ഡിഫറെൻ്റ് ആയിട്ട് വളരെ ആഴത്തിൽ എനിക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഐ ഹാഡ് ഡ്യൂറിങ് മൈ സമ്മർ ഹോളിഡേസ്. ഞാൻ സമ്മർ ഹോളിഡേയ്സ് ചിലവഴിക്കുന്ന പോലെയല്ല, ഞാൻ കൂടുതൽ സമയം ഇവിടെ ചിലവഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഐ വാക്ക് അറൗണ്ട് ദ സിറ്റി ജസ്റ്റ് വാച്ചിങ് ആൻഡ് ലിസണിങ്. ഞാൻ ഈ സിറ്റിയിൽ കൂടി ഇങ്ങനെ നടന്നു. ജസ്റ്റ് വാച്ചിങ് ആൻഡ് ലിസണിങ്, കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാം തിരക്കി ഞാൻ ഇങ്ങനെ നടന്നു. വൺ ഡേ ഐ വാക്ക്ഡ് ഇൻ ടു എ സ്പ്രോളിങ് ലോ ഇൻകം കമ്മ്യൂണിറ്റി. ഒരു ദിവസം ഞാനൊരു ലോ ഇൻകം, അധികം വരുമാനമില്ലാത്ത ആൾക്കാർ താമസിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ കൂടി ഞാനിങ്ങനെ സഞ്ചരിച്ചു. വിച്ച് വാസ് എ മെയ്സ് ഓഫ് എ ചൈനി അലി വേസ്. കൊച്ചു കൊച്ചു ഇടവഴികൾ പോലെയുള്ള അതുപോലെ ആ ഒരു സ്ഥലത്തൂടെ ഞാൻ പോയി. ബസ്സിങ് വിത്ത് ലൈഫ്, അവിടെ വെച്ചാൽ ആ ജീവിക്കാനായിട്ട് ആൾക്കാർ പ്രയാസപ്പെടുന്ന ലോ ഇൻകം ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ കൂടെ ഞാൻ സഞ്ചരിക്കുകയാണ്. ആൻഡ് എസ്റ്റിമേറ്റഡ് 10,000 പീപ്പിൾ ലീവ്ഡ് ദെയർ വിത്ത് നോ റണ്ണിങ് വാട്ടർ. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ഏകദേശം 10,000 ആൾക്കാർ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞു. ശരിക്ക് കൃത്യമായ ജലമില്ലാതെ, നോ സിസ്റ്റം ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ ഒന്നും തന്നെ കൃത്യമായി ഇല്ലാതെ, ആൻഡ് ഷെയർഡ് 6 dark cubicle toilets that lined an adjoining alley. അപ്പോൾ 6 cubicle toilets മാത്രമൊക്കെ ഉള്ള ഒരു പ്രദേശം എനിക്കവിടെ കാണുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞാൻ ഈ സ്ഥലത്തിൻ്റെ ഓരോ സ്ഥലങ്ങളും ഞാൻ സന്ദർശിച്ച് ഇവിടെയുള്ള ഓരോ കാഴ്ചകളും ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയാണ് ആൾക്കാർ അവിടെ താമസിക്കുന്നതെന്നും അവരുടെ കണ്ടീഷൻസ് എന്തൊക്കെയാണോ എന്നുള്ളത്. സാധാരണ സമ്മർ ഹോളിഡേയ്സിൽ പോകുന്നത് പോലെയല്ല, ഞാനിവിടെ കുറച്ചുകൂടി നിൽക്കാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഇവിടെയുള്ള ജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് ഞാനിങ്ങനെ ശ്രമിക്കുകയാണ്. Now that I lived in India, I wanted to understand it in a different and deeper way that I had during my summer holidays. I walked around the city just watching and listening. One day, I walked to a sprawling low-income community which was made of a tiny alleyways,
buzzing with life. An estimated 10,000 people lived here with no running water, no system of waste disposal, and shared 6 dark cubicles toilets that lived an adjoining alley. I walked that afternoon speaking with the children, wondering how life would be different if each one of them only has to access to the opportunities that would fill their great potential. Walking down the narrow passageways, I must have looked a little dazed when a soft-spoken girl dressed in a beautiful sari welcomed me into her home. Her name was Sandhya. She was also 18 like me. She didn't speak a word of English and I didn't speak a word of Hindi. But she smiled and laughed at chatted a lot. But I felt an immediate connection with her. Sandhya's life was so different from mine. I walked around that afternoon speaking with the children. ഞാൻ അന്ന് ഉച്ചയ്ക്ക് ശേഷം കുട്ടികളോടൊക്കെ നടന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. Wondering how life would be different if each one of them only has to access to the opportunities that fill their greatest potential. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതം എത്രത്തോളം എങ്ങനെയാണ് അവർ ജീവിക്കുന്നതെന്നും ഓരോരുത്തരുടെയും കഴിവുകൾ അനുസരിച്ച് അവർക്ക് എവിടെയെത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതും ഇപ്പോഴവർ ജീവിക്കുന്ന രീതികളെക്കുറിച്ചും ഒക്കെ ഞാൻ മനസ്സിലാക്കി.